ഈ ഭാരം കുറയ്ക്കുക വണ്ണം കുറയ്ക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് എന്തോ കഠിനമായിട്ടൊരു കാര്യത്തിൽ ഏർപ്പെടാൻ പോകുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കുറേ ഹാർഡായിട്ടുള്ള എക്സസൈസിൽ കൂടെ അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ഡയറ്റിൽ കൂടെ നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥയിൽ കൂടിയൊക്കെ വേണം നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലളിതമായിട്ടുള്ള കുറച്ച് എക്സസൈസ്, അതുപോലെ ഭക്ഷണത്തിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് ശ്വസനക്രിയകൾ, റിലാക്സേഷൻ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഭാരം ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലോ. ഞാൻ യോഗ മാസ്റ്റർ സാം. നമ്മൾ എന്ന സിനിമയിലെ താരമായിരുന്ന വിജീഷിന്റെ 106 കിലോയുടെ ശരീരഭാരം 69ലേക്ക് എത്തിച്ചത് സാം ആയിരുന്നു. 20 വർഷത്തിൽ മേലെയായിട്ടുള്ളൊരു യോഗ ടീച്ചിങ് പ്രൊഫഷണൽ. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചലഞ്ചുകൾ. അതിൽ കൂടെ കുറേ പേരുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, കുറച്ച് പേരുടെ കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഇടയിൽ വെച്ച് എൻ്റെ വെയിറ്റ് കുറേ നന്നായിട്ട് ഗെയിനായി, അത് കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം കൂടെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വെയിറ്റ് ലോസിന് പുറപ്പെടുന്ന ഒരാൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നതും. നമുക്കറിയാം പലപ്പോഴും നടത്തവും ഓടാൻ പോയാലൊക്കെ വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയാനുള്ള സാധ്യത എന്നൊക്കെ നമുക്ക് അറിയെങ്കിലും പലപ്പോഴും ഇതൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അത് വല്ലാത്ത പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നടന്നു തുടങ്ങുമ്പോഴായിരിക്കും ഓടി തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ കാൽമുട്ടിൽ വേദന വരാൻ തുടങ്ങുന്നത്. അതുപോലെ നമ്മൾ മടിയെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ഇല്ലായ്മ, അതുപോലെ ക്രേവിങ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ്, ഇതെല്ലാം പലപ്പോഴും നമുക്ക് വലിയൊരു തടസ്സമായിട്ട് മാറാറുണ്ട്. തന്നെയല്ല നമുക്ക് പലപ്പോഴും അതുകൊണ്ടൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റാറില്ല. ഇവിടെയാണ് ഇതിനൊക്കെ പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ചില വ്യക്തികൾ നന്നായി ഭക്ഷണം കഴിക്കുന്നു എന്നാൽ മെലിഞ്ഞിരിക്കുന്നു. അവരെങ്ങനെ കഴിച്ചാലും അവർക്ക് തടി കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ചില വ്യക്തികളോ ചെറുതായി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വല്ലാതെ തടിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുകൊണ്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പലർക്കും അതറിയാം, നമ്മുടെ എനർജി മെറ്റാബോളിസത്തിനും മറ്റുള്ള ശാരീരിക അവസ്ഥകളുടെയും ഫലമാണത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ അങ്ങനെ മാറ്റാൻ കഴിഞ്ഞാലോ, ശരിയായ രീതിയിൽ ശരീരത്തിനെ ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അത്തരത്തിലുള്ളൊരു സമീപനമാണ് നമ്മളിവിടെ ഈ വെയിറ്റ് ലോസ് പോഡ്കാസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. വരുന്ന എപ്പിസോഡുകളിൽ അതിനായിട്ടുള്ള ടിപ്സും പിന്നെ ചെറിയ ചെറിയ എക്സസൈസുകളുടെ ട്രെയിനിങ്ങും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പടുത്തുയർത്താനുള്ള ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായിട്ട് ഒന്നുകിൽ താഴെയുള്ള വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ക്ലാസ്സസും പോകുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും വാട്സപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ മുതൽ നമുക്ക് കുറച്ച് പ്രാക്ടിക്കലും പിന്നെ കുറച്ച് ടിപ്സുമായിട്ട് ആരംഭിക്കാം. താങ്ക്